ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി നിയമിച്ച JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് വൈകാതെ തന്നെ നടപ്പിലാക്കുമെന്ന് അറിയിച്ച മന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാന ന്യൂനപക്ഷ ദിനാചരണം ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ പഠിക്കുകയും അവ നടപ്പാക്കുന്നതിനുള്ള അവസാനഘട്ട ശ്രമത്തിലുമാണ്. അതിനാൽ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ക്രൈസ്തവ സമൂഹം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പാലൊളി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയതുപോലെ തന്നെ JB കോശി കമ്മീഷൻ റിപ്പോർട്ടും നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പിശാച് പ്രലോഭകനാണെന്നും അവനുമായി ഒരിക്കലും സംഭാഷണത്തിൽ ഏർപ്പെടരുതെന്നും ഫ്രാൻസിസ് പാപ്പായുടെ ഓർമ്മപ്പെടുത്തൽ. ഫ്രാൻസിസ് പാപ്പായുടെ 2023 അവസാനത്തെ പ്രതിവാര പൊതുദർശന കൂടിക്കാഴ്ചയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. സർപ്പത്തിൻ്റെ പ്രലോഭനത്തെ ചെറുക്കാൻ ആദത്തിനും ഹവ്വായ്ക്കും കഴിഞ്ഞില്ല. അവരെ അധീനരാക്കുന്ന നല്ലവനല്ലാത്ത ഒരു ദൈവത്തെക്കുറിച്ചുള്ള ആശയം അവരുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കപ്പെട്ടു. അതോടെ എല്ലാം തകരുന്നു. തിന്മ മനുഷ്യനിൽ തുടക്കം കുറിക്കുന്നത് കോലാഹലത്തോടെയല്ല, മറിച്ച് മുഖസ്തുതിയുടെ കെണിയിൽ വീഴും വിധം ഭാവനയിലും ചിന്തകളിലും അതിനെ താലോലിക്കാൻ തുടങ്ങുമ്പോഴാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട് മെത്രാഭിഷേക രജത ജൂബിലി നിറവിൽ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കൈവപ്പ് ശുശ്രൂഷ വഴി റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ വെച്ച് 1999 ജനുവരി 6 മാർ മാത്യു മൂലക്കാട് കോട്ടയം രൂപതയുടെ സഹായമെത്രാനായി അഭിഷിക്തനായത്. 2006 ജനുവരി 14 കോട്ടയം അതിരൂപതാധ്യക്ഷനായി സ്ഥാനമേറ്റു. മാർ മാത്യു മൂലക്കാട്ടിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾ 2024 ജനുവരി 2 കോട്ടയം ക്രിസ്തുരാജ ക്നാനായ കാത്തോലിക്ക മെത്രാപ്പോലിത്തൻ കത്തീഡ്രലിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30 മാർ മാത്യു മൂലക്കാട്ടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെടുന്ന കൃതജ്ഞതാ ബലിയിൽ വിവിധ രൂപതകളിലെ ബിഷപ്പുമാരും വൈദികരും സഹകാർമ്മികരാകും. മാഹി സെന്റ് തെരേസ തീർത്ഥാടന കേന്ദ്രത്തെ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തിയതിൻ്റെ ഭാഗമായി ഇന്നലെ കൃതജ്ഞതാ ബലിയർപ്പണം നടത്തി. ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വാർഗീസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ദേവാലയത്തിലെത്തിയ ബിഷപ്പിന് ഇടവക വികാരി ഫാദർ വിൻസെന്റ് പുളിക്കലിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വടക്കൻ കേരളത്തിൽ ആദ്യമായാണ് ഒരു ദേവാലയം ബസലിക്കയായി ഉയർത്തപ്പെടുന്നത്. പുതുച്ചേരി സംസ്ഥാനത്തെ 2ാമത്തെയും കേരളത്തിലെ 11ാമത്തെയും ബസലിക്കയാണിത്. KCBC ബൈബിൾ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ബൈബിൾ കലോത്സവത്തിന് നാളെ തുടക്കമാകും. തേവര SH കോളേജിലെയും ഹയർ സെക്കൻഡറി HS പബ്ലിക് സ്കൂളിലെയും 8 വേദികളിലായാണ് 2 ദിവസത്തെ കലോത്സവം. കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോജു കോക്കാട് പതാക ഉയർത്തും. തുടർന്ന് ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് അനാപ്പറമ്പിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. POC ഡയറക്ടർ ഫാദർ ജേക്കബ് G പാലക്കപ്പള്ളി അധ്യക്ഷത വഹിക്കും. കേരളത്തിലെ 19 രൂപതകളിൽ നിന്ന് 1000-ലധികം പേർ മത്സരിക്കാനെത്തും. സമാപന ദിനത്തിൽ സിറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ മുഖ്യാതിഥിയാകും. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.